ഇത്രയും കാലം സിനിമയിൽ ജീവിച്ചിരുന്ന, ഇത്രയും കാലം സിനിമയുമായി ജീവിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ചോദിക്കുകയാണ്, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിവാദം ഈ മാപ്പിന്റെയോ അല്ലെങ്കിൽ ഇത്തരമൊരു കാര്യം സിനിമയെ കാണാനുള്ള ഒരു ശേഷി മലയാളി സമൂഹത്തിന് ഇല്ലാതായിപ്പോയോ? അതിന് രാഷ്ട്രീയ അതിപ്രസരം ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ടോ? അല്ല, മലയാളി സമൂഹത്തിനുണ്ടായിരുന്നു. ഇപ്പോ മലയാളി സമൂഹത്തിലുള്ള പ്രേക്ഷകരിൽ പല വിഭാഗമുണ്ട്. മറ്റൊരാൾ പറയുന്നത് പൂർണ്ണമായിട്ട് ശരി എന്ന് വിശ്വസിക്കുന്ന സാധാരണക്കാരായ പാവങ്ങളുണ്ട്. അവരുടെ ജപിച്ച് ഇങ്ങനെ വേദം ഓതുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആണോ എന്ന് ചോദിച്ചെന്നിരിക്കും. എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഇവരുടെ ആൾക്കാർ തന്നെ ഉണ്ട്, ചേച്ചി ഇത് എന്തൊന്ന് കേൾക്കുന്നതെന്നൊക്കെ. കാരണം നമ്മളിതിന്റെയൊക്കെ തുടക്കകാലം പോലെ നമുക്ക് വളരെ അറിയാമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, അത് മേജർ രവിയോടെ ചോദിക്കണം. എന്നാലൊക്കെ അയാൾ മോശം അങ്ങനെ എന്ന് മേജർ രവിയെ തന്നെ എന്നോട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് കുറ്റം പറയുന്നവരുണ്ട്. പിന്നെ പൃഥ്വിരാജ് എവിടെങ്കിലും മണലാരണ്യത്തിൽ ചെന്നിരുന്നുണ്ട് 10 പൈസ വാങ്ങിച്ച് ദേശദ്രോഹം നടത്തുന്നു എന്നൊന്നും പറഞ്ഞാല് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കും. ഇവർക്ക് അങ്ങോട്ടേക്കൊക്കെ എഴുതി അയക്കാം, അതൊന്നും വിശ്വസിക്കത്തില്ല. കാരണം പൃഥ്വിരാജിന് എന്റെ ആവശ്യമില്ല. പൃഥ്വിരാജ് അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. അവനൊരു ക്യാരക്ടറുള്ള മനുഷ്യനാണ്. എന്റെ മകനായതുകൊണ്ട് പറയല്ല. ആ ക്യാരക്ടർ ഒന്നും രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിൽ കിടന്ന മാനമാടാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ കണ്ണിലെ ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് മേജർ രവി പറഞ്ഞു. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടു. സ്വാഭാവികമായിട്ടും ഈ പടത്തിന്റെ പ്രധാന നടനും അന്ന് മാത്രമല്ല പ്രൊഡക്ഷനിൽ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നതുമായ മോഹൻലാൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ അത് ഷെയർ ചെയ്യുന്നത് മര്യാദയാണ്. പൃഥ്വിരാജ് അതിനകത്ത് എന്തെങ്കിലും വേറെ എഴുതിയിട്ടുണ്ടോ? ഇല്ല. ആ പോസ്റ്റ് വെറുതെ ഷെയർ ചെയ്തിട്ടിരിക്കുകയാണ്. പൃഥ്വിരാജ് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് 100% എല്ലാവർക്കും അറിയാം. ആ പടവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം. ഈ മേജർ രവി എന്തായിരുന്നു പടം കണ്ടിറങ്ങുമ്പോ കാണിച്ചത്? എന്നെ കയറി കെട്ടിപ്പിടിക്കുന്നു, പൃഥ്വിരാജിനോട് പറഞ്ഞു ഇത് ചരിത്രമാകും മോനെ എന്ന് പറയുന്നു, ബഹളം എന്നും വേണ്ട. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മാറിയോ? അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ്, എവിടുന്നാണ് ഇതിന്റെയൊക്കെ ഉത്ഭവം എന്നൊക്കെ ഉള്ളത് ലാലു അത്രയ്ക്ക് വിശദമായിട്ട് ഇത് പഠിക്കാനുള്ള സമയമുണ്ടോ എന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കറിയാം, ഞാനിതൊക്കെ അന്വേഷിക്കുന്ന ആളാണ്. മേജർ രവിക്ക് മാത്രമാണോ ഈ ദേശസ്നേഹമുള്ളത്? മേജർ രവിയുടെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇങ്ങനെയുള്ള കഥകൾ പടച്ചുവിടുന്ന കമാൻഡോയ്ക്ക് ദേശത്തോടാണോ സ്നേഹം അതോ വ്യക്തിയോടാണോ സ്നേഹം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. അത്രേ ഉള്ളൂ. മോഹൻലാലുമായിട്ട് പിന്നീട് സംസാരിച്ചിരുന്നു. അപ്പൊ അന്ന് ഫസ്റ്റ് പ്രിവ്യൂ കണ്ട ശേഷം നിങ്ങൾ തമ്മിലുള്ള ഒരു ആ സ്നേഹബന്ധമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സന്തോഷമുള്ള അയ്യോ ലാലു ഓടി വന്നു, ഞാൻ സംസാരിക്കാൻ എന്റെ മോനെ സത്യം പറയുകയാണെങ്കിൽ നല്ല ഗംഭീരമായിട്ട് പടം എടുത്തിട്ടുണ്ട്. അല്ല, ഈ വിവാദത്തിന് ശേഷം അല്ല മോഹൻലാല് സ്ഥലത്തില്ലാന്ന് തോന്നുന്നു, എനിക്ക് കിട്ടിയില്ല. ഞാൻ ട്രൈ ചെയ്തിരുന്നു. കാരണം ഇങ്ങനെ രവി പറഞ്ഞത് ശരിയല്ല മോനെ, എനിക്ക് അതുകൊണ്ട് അതിന്റെ ഒരു മറുപടി കൊടുത്ത് കൂടുതൽ എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല. എന്റെ ഫോണിൽ കിടക്കുന്ന പല വിവിധ സ്ത്രീകളുടെ സംഘടനയുടെ നേതാക്കന്മാരടക്കം വലിയ എന്നെ പഠിപ്പിച്ച അധ്യാപകരടക്കം വിമൻസ് കോളേജിലെ അധ്യാപകരുണ്ട്, അതിനകത്ത് അല്ലാത്തവരുണ്ട്, എന്റെ സുഹൃത്തുക്കളുണ്ട്. എന്തിനാ ഞാൻ ഒരു അനിയത്തിയെ പോലെ കാണുന്ന സാഹിത്യകാരി ശാരദ കുട്ടി, ഇവരൊക്കെ ഇന്നലെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടതല്ലേ? അപ്പൊ ഇവരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്, ഇതെന്ത് ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്കതിന് മറുപടി പറഞ്ഞല്ലേ ഒക്കുള്ളൂ. അത് എനിക്ക് വേണ്ടി നീ അങ്ങ് പറയടാന്ന് എനിക്ക് പൃഥ്വിരാജിനോട് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് മലയാള ഭാഷ കൈകാര്യം ചെയ്യാൻ അത്യാവശ്യമൊക്കെ ഒരു പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്നവരോടൊക്കെ അവരൊക്കെ ഒന്ന് 5 മിനിറ്റ് സ്വസ്ഥമായിട്ട് ഇന്ന് ആലോചിക്കുക. നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഈ വേണ്ടാത്ത വൃത്തികെട്ട പണിയൊക്കെ ചെയ്തിട്ട് ആ കൊച്ചു ചെറുപ്പക്കാർ? മലയാള സിനിമയ്ക്കൊരു നല്ലത് വരുമ്പോൾ മലയാളത്തിലുള്ളവർ ഒന്നിച്ച് നിൽക്കണ്ടേ, കേരളത്തിലുള്ളവർ ഒന്നിച്ച് നിൽക്കണ്ടേ? അതൊക്കെ നോക്കുമ്പോ എത്രയോ നല്ല മനോഭാവമാണ് ഇന്നത്തെ രാഷ്ട്രീയ കക്ഷിക്ക്. പൃഥ്വിരാജ് എന്താ, ഞാനും പൃഥ്വിരാജും ഒക്കെ കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണോ ഇവിടെ ജനിച്ചു വന്നത്? ഞങ്ങൾ ഏത് കുടുംബത്തിലുള്ളതാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാം. അവർക്കില്ലാത്ത വിരോധം ഓരോരുത്തർക്ക് അങ്ങ് ഉണ്ടാക്കിയെടുക്കുക. എന്തിന്? അതൊക്കെ വെറുതെ. ഇപ്പൊ എല്ലാവരും പറയുന്ന അത് തന്നെയാണ്. എന്തിനാണ് പൃഥ്വിരാജിനെ കല്ലെറിയുന്നത്? അതിന് ആരെങ്കിലും ഒന്ന് പ്രോപ്പറായിട്ടൊരു ഉത്തരം പറയൂ. ഈ സ്ക്രിപ്റ്റ് അവരാരും കണ്ടില്ലെന്നോ? സീൻ നമ്പർ 1 മുതൽ വായിച്ചതിന് ശേഷമാണ് ഇതിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിരിക്കുന്നത്. ഒരാവർത്തി അല്ല പല ആവർത്തി. എന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് ഓർഗനൈസർ എന്നും RSS എന്നൊക്കെ അങ്ങനൊന്നും പേടിപ്പിക്കാതെ മോനെ, ഇതെല്ലാം ഈ ഭൂമിയിൽ ഉണ്ടാക്കിയതിന്റെ ഒരു സൃഷ്ടാവ് മുകളിലിരിപ്പുണ്ട്. ആർക്ക് എവിടെ നിന്നൊക്കെ തലക്കടി വരും ആർക്കറിയാം. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം പറയുക. നമ്മൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കണം. അത് ആരായിരുന്നാലും ശരി. പ്രതികരണം നടത്തിയ ശേഷം പൃഥ്വി സംസാരിച്ചോ അമ്മ എന്ന നിലയിൽ? അങ്ങനെ ഇന്നലെ ഉണ്ടായിരുന്നല്ലേ, ഞാനും അവനോട് തന്നെ ഇന്നലെ വിട്ടിരുന്നത്. മോൻ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇന്നലെ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇന്നലെ പകൽ മുഴുവനും ഇന്ദ്രനും ഉണ്ടായിരുന്നു, പൃഥ്വിരാജ് ഉണ്ടായിരുന്നു, സുപ്രിയ ഉണ്ടായിരുന്നു, പൂർണിമ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഉണ്ടെങ്കിൽ ഞാൻ കൊച്ചിയിലാണ്. ഞാനിവിടെ ഉണ്ടായ സമയത്ത് അവരെല്ലാരും ഇവിടെ തന്നെ വരും.
ഞങ്ങൾക്ക് ഞാൻ മക്കൾ മാറിയിരിക്കുന്നത് ഏതാണ്ട് എവിടെ കണ്ട് പറഞ്ഞെന്നും പറഞ്ഞു. ഈ കുറിപ്പിടുമ്പോഴും പൃഥ്വിരാജ് ഉണ്ടായിരുന്നോ ഒപ്പം? ഞാനിട്ട കുറിപ്പ് ഞാൻ എഴുതിയ ഡ്രാഫ്റ്റ് അവൻ അയച്ചു കൊടുത്തു. നീ ഒന്ന് വിചാരിക്കരുത്, ഒരുപാട് വിഷമമുണ്ട് അമ്മയ്ക്ക്, അമ്മ ഇത് ഇടാൻ പോവാന്ന് പറഞ്ഞു. അവനറിയാം എനിക്ക് അങ്ങനെ ഒരു വിഷമം തോന്നുമ്പോഴേ ഞാൻ അത് ഇടുകയുള്ളൂ എന്നുള്ളത്. അല്ല അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ അമ്മയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ ഒന്നും എഴുതണ്ട, പക്ഷെ ഞാനിത് ഇടും മോനെ എന്ന് 2 മക്കളോടും പറഞ്ഞിട്ട് ഞാൻ എഴുതിയ ഡ്രാഫ്റ്റ് അവർക്ക് ആദ്യം അയച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാൻ FB പോസ്റ്റ് ചെയ്തത്.